മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കർണാടകയിലെ ഹോസ്കോട്ടിൽ വാഹനാപകടത്തിൽ 6 മലയാളികൾ ഉൾപ്പെടെ 7 പേർക്ക് ദാരുണാന്ത്യം. ലോറിയും കാറും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം. ಗಾಡಿ രാകേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാകേഷ്, ഈ ഇത്ര വലിയ ഒരു അപകടമാണ്. ഈ മലയാളികൾ അവിടെ താമസിച്ചിരുന്നവരാണോ സ്റ്റുഡൻസ് ആണെന്ന് അറിയാൻ കഴിയുന്നു അല്ലേ? ഇതെങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? സജിത്ത്, ഇന്ന് രാവിലെയാണ് ബംഗളൂരുവിന് സമീപം ഹൊസക്കോട്ടയിൽ വെച്ച് അപകടമുണ്ടായത്. ലോറിയും ബൈക്കും ഒപ്പം തന്നെ കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇതിൽ ആദ്യം ബൈക്കിൽ ലോറി ഇടിക്കുകയായിരുന്നു. ഇതിനിടയിൽ അമിത വേഗതയിലെത്തിയ കാറ് ലോറിയുടെ പുറകിൽ ഇടിച്ചു കയറിയാണ് പിന്നീട് അപകടമുണ്ടായത്. ഈ കാറിലാണ് 6 വിദ്യാർത്ഥികളും യാത്ര ചെയ്തിരുന്നത്. ഇവർ മലയാളികളാണ് എന്നാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. ഇവർ വിദ്യാർത്ഥികളാണ്. കൊട്ടന്നൂർ, ബംഗളൂരുവിൽ തന്നെയായിരുന്നു ഇവർ താമസിച്ച് വരികയായിരുന്നു. ഇവർ അവിടെ താമസിച്ച് പഠിക്കുകയായിരുന്നു ഇവർ ഉണ്ടായിരുന്നതിൽ 2 പേരുടെ പേര് ലഭ്യമായിട്ടുണ്ട്. കരൺ അലി 23 വയസ്സ്, ഒപ്പം തന്നെ അശ്വിൻ, ഈ 2 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. മറ്റ് 4 പേർ ആരെന്ന വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഒപ്പം തന്നെ ബൈക്ക് യാത്രികൻ ഗഗൻ എന്ന് പറയുന്ന ആളും തൽക്ഷണം മരിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു വലിയ അപകടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും മറ്റ് വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. തീർച്ചയായും വലിയ അപകടമാണ്. 6 പേർ, ഈ 6 പേരാണ് ഈ കാറിലുണ്ടായിരുന്നത്. ഈ 6 പേരും തൽക്ഷണം മരിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. സജിത്ത്, രാകേഷ് സൂചിപ്പിക്കുന്ന പോലെ അതീവ ഗുരുതരമായ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. ലോറിയുടെ പിന്നിലേക്ക് കാർ ഇടിച്ചു കയറിയാണ് അപകടം. മരണപ്പെട്ടവരെല്ലാവരും സ്റ്റുഡൻസ് ആണ്, മലയാളികളാണ്. അവരുടെ പേര് വിവരങ്ങൾ കൂടി, വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അശ്വിൻ നായർ, 17 വയസ്സുകാരനായ അശ്വിൻ നായർ. മറ്റൊന്ന് അർഹാബ് നായർ, 17 വയസ്സാണ്. മറ്റൊന്ന് അയൻ, ഭാരത്, ഇത്താൻ ജോർജ്. ഒരുപക്ഷെ പേരുവിവരങ്ങളൊക്കെ പൂർണ്ണമായി വരുന്നതേ ഉള്ളൂ, അവരുടെ വിശദാംശങ്ങൾ പൂർണ്ണമായി വരുന്നതേ ഉള്ളൂ. എന്തായാലും ലഭ്യമാവുന്ന വിവരം അവർ എല്ലാവരും മലയാളികളാണ്. ഒപ്പം ആ ബൈക്കർ ഗഗനും കൂടി മരണപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഏറെ ദുഃഖകരമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ലോറിയുടെ പിന്നിലേക്ക് ഇടിച്ചു കയറിയാണ്. മരിച്ചവരിൽ 6 പേരും മലയാളികളാണെന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. രാകേഷ്, ഈ മരണപ്പെട്ടവർ കേരളത്തിൽ എവിടെയാണ്, അവരുടെ സ്വദേശം, അങ്ങനെയുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ലല്ലോ അല്ലേ? അത്തരം വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ലോറിക്ക് പുറകിൽ ഇത്തരത്തിൽ കാർ ഇടിക്കുകയായിരുന്നു എന്ന വിവരമാണ് ആദ്യം പുറത്തു വരുന്നത്. എന്നാൽ ചില ദൃക്സാക്ഷികൾ സൂചിപ്പിക്കുന്ന കാര്യം, ഒന്ന് കാറ് നിയന്ത്രണം വിട്ട ശേഷം ആദ്യം ബൈക്കിലിടിക്കുകയും പിന്നീട് ലോറിയുമായി കൂട്ടിയിടിച്ചു എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചില ദൃക്സാക്ഷികളെങ്കിലും പറയുന്നത്. അക്കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ഏതായാലും വലിയ അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ 6 പേരും വിദ്യാർത്ഥികളാണ്, മലയാളികളാണ്. ഇവർ നാട്ടിൽ എവിടെയാണ് തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. ഏതായാലും അശ്വിൻ 23 വയസ്സ്, ഒപ്പം തന്നെ കരൺ 23 വയസ്സ്, ഈ 2 പേരാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഒപ്പം തന്നെ ബൈക്ക് യാത്രികന്റെ പേര് ഗഗൻ എന്നാണ്. ഇയാളും തൽക്ഷണം മരിച്ചു എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ദേശീയ പാതയിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ഉറങ്ങിപ്പോയതാകാം, വാഹനം ഓടിച്ചിരുന്ന ആൾ ഉറങ്ങിപ്പോയതാകാം എന്നൊരു നിഗമനമൊക്കെ തന്നെ പോലീസ് പറയുന്നുണ്ട്. എന്തായാലും വലിയ അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഈ അപകടത്തെ തുടർന്ന് ദേശീയപാതയൊക്കെ തന്നെ ഏറെ നേരം തടസ്സപ്പെട്ടിരുന്നു. ഇപ്പോൾ വാഹനമൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് ഗതാഗതത്തിന് പോകാനുള്ള സൗകര്യമൊക്കെ തന്നെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും അപകട കാരണം, ഒപ്പം തന്നെ ഇവരുടെ സ്വദേശം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. സജിത്ത്.
ഏറെ പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത് ബാംഗ്ലൂരിൽ നിന്നും. മംഗളൂരുവിലാണ് ഈ അപകടമുണ്ടാവുന്നത്. 7 പേർ മരണപ്പെട്ടു. അതിൽ 6 പേരും മലയാളികളാണ് എന്ന പ്രത്യേകതയുണ്ട്. വളരെ ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. അശ്വിൻ നായർ, അർഹാബ് നായർ, അയ്യൻ, ഭാരത്, ഇത്താൻ ജോർജ്, ഇങ്ങനെയാണ് 5 പേരുടെ പേരുകൾ സംബന്ധിച്ച് ചില വിവരങ്ങൾ നമുക്ക് കർണാടകയിൽ നിന്ന് ലഭ്യമാവുന്നുണ്ട്. മറ്റു പേര് വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട്. എന്തായാലും 7 പേരുടെ മരണത്തിനിടയ്ക്കിയ സംഭവമാണ്. 7 പേരും സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇവരുടെ കേരളത്തിൽ എവിടെയാണ് ഇവരുടെ ലൊക്കേഷൻ എന്നൊക്കെ നമുക്ക് വ്യക്തമാവേണ്ടതുണ്ട്. 6 പേരും സ്റ്റുഡൻസ് ആണ്. അവരവിടെ പഠിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. എന്തായാലും ഞെട്ടിക്കുന്ന കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. കർണാടകയിലെ കോട്ടാനൂരിൽ താമസിച്ചിരുന്നവരാണ് ഇവർ എന്ന കാര്യം കൂടി വിവരം നമുക്ക് ലഭ്യമാവുന്നുണ്ട്. എന്തായാലും ബൈക്കിന് പിന്നിൽ ലോറി ഇടിക്കുന്നു. ലോറിയിലേക്ക് വന്ന് കാർ ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായതെന്നാണ് വിവരം. ഇവരുടെ കേരളത്തിലെ വിവരങ്ങൾ അത് സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട്. ഏറെ ഞെട്ടിക്കുന്ന ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്.